അതാണ് നമ്മളെ പരമ്പര വിശുദ്ധാണ്. അതുകൊണ്ടാണ് നമ്മളെ ഉസ്താദന്മാർ പറയുന്നത്, നമ്മളെ മുൻഗാമികളാവുന്ന ആളുകൾ അവർ സ്വീകരിച്ചു പോയിട്ടുള്ളതായ സംഗതികൾ അത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കണം. അതിൻ്റെ എതിരെ നമ്മൾ കണ്ടാലും അത് അവരും കണ്ടതാണ്, അവരെനിക്ക് ന്യായങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മൾ ലക്ഷ്യം കാണാത്ത പലതും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എതിർക്കാൻ പാടുള്ളതല്ല, അത് നമ്മൾ അംഗീകരിക്കണം. നമ്മളതിന് ന്യായങ്ങളോ അതിൻ്റെ ലക്ഷ്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് അത് ശറയിലുള്ളതല്ല എന്ന് നമ്മൾ പറയാൻ പാടുള്ളതല്ല. ആ നിലക്കുള്ള ഒരു സംവിധാനത്തിൽ ഒരു നിലപാടിൽ കൂടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇതൊക്കെ ഖുർആനും സുന്നത്തും തന്നെയാണ് ഇതൊക്കെ. അല്ലാതെ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ട് കുറേ ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും ഖുർആനും സുന്നത്തും ഇപ്പോൾ വിലയിരുത്താനുള്ളത് നമ്മളെടുത്തൊക്കെ. നമ്മളെ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കിയ പാരമ്പര്യമാണ്. ഖുർആനും സുന്നത്തിനെയും വ്യാഖ്യാനിക്കേണ്ടവർ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന പാരമ്പര്യമാണ്. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം അതിൽ തള്ളേണ്ടത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ തള്ളി, അത് കൊള്ളേണ്ടത് ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ കൊള്ളുകയും ചെയ്തു. ഇതാണ് നമ്മളെ മുൻഗാമികളാവുന്ന അയിമ്പത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവരുടെ ആ മാർഗം പിൻപറ്റിക്കൊണ്ടിട്ട് നമുക്ക് എല്ലാ നിലക്കും ഒരു നിലക്കുള്ള പരാതികളില്ലാത്ത നിലക്ക് എല്ലാ നിലക്കും ജനങ്ങൾക്ക് സന്തോഷകരമായി കൺകുളിർന്നതായ ഒരു പണ്ഡിത സമൂഹം, ആ പണ്ഡിത സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണം. അതിനു വേണ്ടിയാണ് SNEC ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. SNECൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനം അതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ സംവിധാനമാണ് ഇവിടെ, അതിൽപ്പെട്ട ഒരു സംവിധാനമാണ് ഇവിടെ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ പുണ്യമായ ഒരു സംരംഭത്തിന് കൂടി നമ്മൾ സാക്ഷികളായിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന പല വിദ്യാഭ്യാസ സംവിധാനങ്ങളും പദ്ധതികളൊക്കെ ഉണ്ട്. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. അതനുസരിച്ച് വിദ്യ അഭ്യസിച്ചവരും നമ്മുടെ മക്കൾക്കൊക്കെ അഭ്യസിപ്പിക്കുന്നവരുമാണ് നമ്മൾ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുള്ള നമ്മുടെ വിശ്വാസമാണ് അതിൻ്റെ കാരണം. തികച്ചും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന മഹത്തുക്കളാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തികൾ ഒക്കെ ആലോചിച്ച് സ്ഥാപിക്കപ്പെട്ട ഒരു പുണ്യമായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലുള്ള ഒട്ടുമുക്ക ജനങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അംഗീകരിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ നടപ്പിൽ വരുത്താനും അത് സ്വീകരിക്കാനൊക്കെ സന്നദ്ധരാവുകയും ചെയ്തത്. ഏകദേശം 100 വർഷത്തോളമായി ഈ സംഘടന ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ട് അന്ന് മുതൽ ഇന്ന് വരെ വിശുദ്ധമായ ദീനിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഓരോ രാജ്യങ്ങളിലും ആ രാജ്യത്തിൻ്റെ പ്രത്യേകമായ ചുറ്റുപാടുകളും അവിടുത്തെ പരിതസ്ഥിതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിട്ട് അവിടെ ജീവിക്കേണ്ടതും അവിടെ പ്രവർത്തിക്കേണ്ടതുമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് സമസ്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പുറമെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പ്രത്യേകം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ചതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ജനങ്ങൾക്ക് മറ്റുള്ള ഇന്ത്യയിലുള്ള മറ്റിതര സ്റ്റേറ്റുകളൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു ആത്മീയമാവുന്ന ചൈതന്യവും
ഒരു പ്രത്യേകമാവുന്ന വിശുദ്ധമാവുന്ന ദീനിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ കാണപ്പെടാനൊക്കെ കാരണം അത് സമസ്ത കേരള ജമിയത്തുൽമയുടെ സാന്നിധ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സമസ്ത കേരള ജമിയത്തുൽമ 100 വർഷം ഇവിടെ പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ കാണുന്ന സ്ഥാപനങ്ങൾ, ഇതുപോലത്തെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽമയുടെ നിർദ്ദേശവും ഉപദേശമൊക്കെ അനുസരിച്ച് ജനങ്ങൾ സ്ഥാപിച്ചതാണ്. സമസ്തത് സ്ഥാപിച്ചിക്കണമെന്ന് ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട്, ചില വിവരമില്ലാത്ത ആളുകൾ. ഇപ്പോൾ സിറാജ് വൈസിയുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഈ സ്ഥാപനം ഇവിടെ ശില നൽകുമ്പോഴും ആ ശില നൽകപ്പെടുന്നതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും സ്ഥാപനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് വിദ്യാഭ്യാസ സംവിധാനമാണ് ഇവിടെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ സമസ്ത കേരള ജമിയത്തുൽമയോട് ആലോചിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽമയുടെ സ്ഥാപനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽമയ്ക്ക്, സമസ്ത കേരള ജമിയത്തുൽമ എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വരെ ഇല്ലാത്ത സംഘടനകൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുൽമയ്ക്ക് ബാങ്ക് അക്കൗണ്ടൊന്നുമില്ല. അതിൻ്റെ മറ്റുള്ള ഉപസംഘടനകൾക്കാണ് ബാങ്കും ബാങ്ക് അക്കൗണ്ടും. സമസ്തകൾക്ക് ആവശ്യമാവുന്ന സമ്പത്ത് വരെ, ആവശ്യമാവുന്ന പൈസ വരെ നമ്മളെ കീഴടങ്ങളാവുന്ന വിദ്യാഭ്യാസ ബോർഡിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അന്നൽക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഇല്ലാത്തൊരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽമ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽമ ഇവിടെ സ്ഥാപനങ്ങൾ ഇങ്ങനെ അതിന് വേണ്ട ബിൽഡിങ് എടുത്തു കൊടുത്തോ, എന്നിട്ട് നിങ്ങൾ ഇവിടെ അങ്ങനത്തെ വല്ല സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, സമസ്ത കേരള ജമിയത്തുൽമ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. സമസ്ത കേരള ജമിയത്തുൽമയെ ജനങ്ങൾ ആദരിച്ചു, ബഹുമാനിച്ചു. കേരളത്തിലുള്ളതായ ഞാൻ പറഞ്ഞല്ലോ 95% എന്ന് തന്നെ പറയാം, ജനങ്ങൾ അംഗീകരിക്കുകയും അവർ ബഹുമാനിക്കുകയും അവരാദരിക്കുകയും അവർ വിശുദ്ധമാവുന്ന ദീനിൻ്റെ വഴികാട്ടിയായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നതായ, അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽമ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എണ്ണി നോക്കിയാൽ 10,000-ൻ്റെ അപ്പുറം 11,000-ൻ്റെ അപ്പുറം മദ്രസകൾ തന്നെ സമസ്ത കേരള ജമിയത്തുൽമക്കുണ്ട്, കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ. ഇതുപോലുള്ള പല അറബി കോളേജുകളും കേരളത്തിൻ്റെ പുറത്തൊക്കെ സമസ്ത കേരള ജമിയത്തുൽമക്കുണ്ട്. പല മറ്റുള്ള സ്ഥാപനങ്ങൾ, ഭൗതികമായ സ്ഥാപനങ്ങൾ, ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽമക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽമയുടെ അഡ്രസ്സിലായി കൊണ്ടിട്ട് ജനങ്ങൾ സ്ഥാപിക്കാനും സമസ്ത നിർദ്ദേശിക്കുന്നതായ അതിൻ്റെ സിലബസുകളും സമസ്ത നിർദ്ദേശിക്കുന്ന നിർദ്ദേശമനുസരിച്ചും ഉപദേശങ്ങളും സമസ്തൻ്റെ തീരുമാനങ്ങളനുസരിച്ചൊക്കെയാണ് സ്ഥാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് സമസ്തൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽമ ഇവിടെ ഈ 100 വർഷത്തിൻ്റെ ഉള്ളിലായി കൊണ്ട് ചെയ്തത് ഈ ഉമ്മത്തിനെ, മഹാനാവുന്ന ഇമാം വസൂലി തങ്ങൾ പറഞ്ഞതുപോലെ അഹല്ല ഉമ്മത്തഹു ഫി ഹിർസി മില്ലത്തിഹി എന്ന് പറഞ്ഞല്ലോ, ഉമ്മത്തിനെ ഈ മില്ലത്തിൻ്റെ ഈ ബൗണ്ടറിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ടിട്ടു. ഒരു സിംഹം അതിൻ്റെ കുട്ടികൾക്ക് പാറാവിരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാറാവിരുന്നു. ആ പണിയാണ് സമസ്ത കേരള ജമിയത്തുൽമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽമക്കുണ്ട്. അത് സ്ത്രീകൾക്ക് ആവശ്യമാവുന്ന, സ്ത്രീകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ, ആത്മീയമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാവുന്ന പല വിദ്യാഭ്യാസ സംവിധാനങ്ങളും സമസ്ത കേരള ജമിയത്തുൽമക്കുണ്ട്. ഈ SNECയിലും അതിൻ്റെ പല സംവിധാനങ്ങളും. പുരുഷന്മാരെയും അവരെ ആത്മീയമായി ഉയർച്ചയിലേക്കും ആത്മീയതയിൽ അവരെ ഒതുക്കി നിർത്തിക്കൊണ്ടിട്ട് ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ നൽകിക്കൊണ്ടിട്ട് അവരെ സമുദായത്തിനും രാജ്യത്തിനും ദീനിക്കൊക്കെ ഉപകരിക്കുന്ന ആളുകളായിക്കൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട് സമസ്ത കേരള ജമിയത്തുൽമ.
അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ദേശീയ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് SNEC എന്നുള്ളത്. ആ SNEC കുറഞ്ഞ കാലം കൊണ്ടിട്ട് അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും മറ്റ് പ്രമുഖരുടെയൊക്കെ ഉത്സാഹവും അവരുടെ പരിശ്രമവും അതിനെല്ലാം പുറമെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാക്കവി അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം, വിശ്രമമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം കൊണ്ട് അതിന്ന് വളർന്ന് പന്തലിച്ച് കുറഞ്ഞ കാലങ്ങളെ കൊണ്ടിട്ട് ഏകദേശം 50-ലധികം സ്ഥാപനങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് അവരെ ഭൗതികമായ ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന സംവിധാനങ്ങളും ഭൗതികവും ആത്മീയതയും കൂട്ടിയിണക്കിക്കൊണ്ട് സമന്വയ വിദ്യാഭ്യാസം എന്ന പേരിലുള്ള വേറെ സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ 50-ൽ ചില്ലാനും സ്ഥാപനങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഇവിടെ സ്ഥാപിക്കപ്പെടാൻ സാധിച്ചു. അതിന് ആ SNEC-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ എല്ലാ പ്രവർത്തകരുടെയും സഹായവും അവരുടെ പ്രവർത്തനമൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാക്കവിൻ്റെയും മൂപ്പരെ ഒപ്പം നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്ന പലരുടെയും പ്രവർത്തനങ്ങളും അതിൻ്റെ കാരണം തന്നെയാണ്. ഏതായാലും നമുക്ക് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അറിവ് നൽകിയാൽ പോരാ. മഹാന്മാരൊക്കെ പറയലുണ്ട്, നമ്മൾ അസാധ്യത്തെ നമ്മളോട് ചെയ്യുന്ന ഒരു ഉപദേശമാണ്. നമ്മളെ മുൻഗാമികളായ ആളുകൾ ഇവിടെ എന്താ ചെയ്തത്, അവർ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ എതിർക്കാൻ പാടില്ല. അതിൻ്റെ എതിരുള്ള രേഖകൾ നമ്മൾ കണ്ടാലും അതിനവർ പറയണെന്താന്ന് ചോദിച്ചാൽ മഹാനാവുന്ന ശൈഖുനാ ശംസുലമ എപ്പോഴും പറയലുണ്ട്, അതിൻ്റെ എതിരുള്ള വല്ല രേഖകൾ നമ്മൾ കണ്ടാലും ആ രേഖകളും അവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മഹാനാവുന്ന ഇമാം ഗസാലിൻ്റെ ബഹുമാനപ്പെട്ടവരെ പറ്റി ഇവിടെ പറഞ്ഞു. ഇവരൊക്കെ കുറഞ്ഞ കാലം ഇവിടെ ജീവിച്ചു. ഓരോ വിഷയങ്ങളിലും 10, 15, 30 വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ അവർ എഴുതി. ഓരോ വാല്യങ്ങളും 300, 200 അതിലധികം പേജുകളൊക്കെ ഉള്ള ഗ്രന്ഥങ്ങൾ. അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് അവരിവിടെ ജീവിച്ച് അപ്പം അവരതൊക്കെ പരിശോധിച്ചിട്ടായിരിക്കും നമ്മൾ ഉസ്താദന്മാരൊക്കെ എപ്പോഴും ഉപദേശിക്കുന്നതായ ചില ഉപദേശങ്ങൾ. ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ ചില ആദത്തുകൾ, ചില പതിവുകളൊക്കെ ഉണ്ടാവും. ചില നിസ്കാരത്തിൻ്റെ ശേഷം ചില ദിക്കുകളിലോ മറ്റൊക്കെ. എന്നാൽ അത് ചിലപ്പോഴത് തെറ്റാണെന്നുണ്ടെങ്കിലും പെടുന്നതിനത് എതിർക്കണ്ടാവും. അതവിടെ ചെന്ന് ജനങ്ങളെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെയല്ല എങ്ങനെയാണെന്നുള്ളത് പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പം പഴയ ആളുകൾ ചെയ്യുന്ന എല്ലാം ചിലപ്പോൾ ചിലതിലേക്ക് നമ്മൾ ലക്ഷ്യം നോക്കി നമ്മൾ കണ്ടില്ല എന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കാനും പാടില്ല. നമ്മൾ ലക്ഷ്യം കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ ലക്ഷ്യം എവിടെയെങ്കിലും ഉണ്ടാവും. ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പം പലരും എന്നോട് ചിലപ്പോൾ ചോദിക്കണം, അപ്പം മുൻഗാമികളെ കുറ്റം പറയാതെ നിങ്ങളും അവർ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇതിനെ വിട്ടുകൊണ്ട് മറ്റതിന് ഉപകരിക്കണം, എല്ലാത്തിനും ഉപകരിക്കണം നിലക്ക് കുട്ടികളെ വളർത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാരാകുന്ന മുൻഗാമികൾ സ്വീകരിച്ചതായ ആ ഒരു നിലപാട്, അവർ സ്വീകരിച്ചതായ ഒരു ദീനിയാവുന്നതായ അവരുടെ അതിൻ്റെ ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് ആ റൂട്ടിൽ കൂടി കുട്ടികളെ വളർത്തിയെടുക്കണം. ഇതാണ് ഇവിടെ SNEC ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതല്ല, എങ്ങനെയും കൊടുത്താൽ പോരാ. വത്തഖുല്ലാഹു യുഅല്ലിമുക്കുമുല്ലാഹ്. വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപരമായത് തഖ്വയാണ്. അപ്പം തഖ്വയിൽ അധിഷ്ഠിതമായ നിലക്കുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഏത് വിദ്യാഭ്യാസം കൊടുക്കാം, ശരീഅത്ത് എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസം കൊടുക്കാം. അങ്ങനെയല്ലേ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്നല്ലേ? എല്ലാ വിദ്യാഭ്യാസവും ആദം നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതല്ലേ?
ലോകത്ത് ഇവിടെ ഖിയാമത്ത് വരെ ഉണ്ടാവുന്ന എല്ലാ ടെക്നോളജിയും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തതല്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അവരിലുണ്ടാവണം. എന്നാലാണ് വിവരമില്ലാത്തതൊക്കെ പിന്നെ അവർക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നത്. ലഭിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനിക്ക് അറിവില്ലാത്ത ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ പഠിക്കുന്നതായ ആ പഠനം അതിന് അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന മാനദണ്ഡങ്ങളെ പൂർണ്ണമായും കൊണ്ടും സ്വീകരിച്ചു കൊണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ തന്നെ വളരെയധികം താല്പര്യം എടുത്തുകൊണ്ടിട്ട് കുറേ ചർച്ചകൾക്ക് ശേഷം ഇവിടെ അൽബിർ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരു സംവിധാനം തന്നെയാണ്. പക്ഷെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ അനുമതി കൊടുത്തത്. അങ്ങനെ നമുക്ക് ഫാദീല അതും പല ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ അനുമതി കൊടുത്തത്. SNEC അങ്ങനെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് വിദ്യാഭ്യാസ സ്വഭാവങ്ങളും സംവിധാനങ്ങളുണ്ടോ അതൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് അതിലേക്ക് അനുമതിയൊക്കെ കൊടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസുകളും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന അതിന് നിശ്ചയിക്കപ്പെട്ടതായ പണ്ഡിതന്മാർ അത് പരിശോധിച്ചതിന് ശേഷമാണ് അതൊക്കെ അത് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ വളരെ നല്ല നിലക്ക് ഭാഷാശാസ്ത്രപരമായി കുട്ടികൾക്കൊക്കെ പഠിക്കാൻ സൗകര്യമുള്ള നിലക്കുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും ആ പദ്ധതികളൊക്കെയാണ് ഈ SNECയിലുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ വിവരങ്ങളൊക്കെ പിന്നീട് ബഹുമാനപ്പെട്ട അബ്ദുൽ സലാം ബാക്കവി അതിവിടെ വിവരിക്കുകയും ചെയ്യും. അപ്പോൾ ആ നിലക്ക് നമ്മളെ മക്കൾ നമുക്ക് ഉപകരിക്കണ മക്കളാവണം, നമ്മളെ നാടിന് ഉപകരിക്കണവരാവണം, നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ദീനിന് ഉപകരിക്കുന്നവരാവണം. അവർ എല്ലാ നിലക്കും അവർ സമുദായത്തിലേക്ക് എല്ലാ ഗുണങ്ങളും നേതൃത്വം നൽകുന്ന മക്കളായി കൊണ്ട് വളർന്നു വരണം. അതിന് ആവശ്യമാവുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കുള്ളത്. അതുതന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിജയവും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനമൊക്കെ അതുതന്നെയാണ്. ജനങ്ങളെ അവരെ ഉമ്മത്തിൻ്റെ അവരെ ദീനിനെ കാക്കുക, അവരെ ദീനിക്ക് ഒരു നിലക്കുള്ള പോർಲು ഏൽക്കാൻ പാടില്ല, വിദഈ ആശയം അതിൽ കടന്നു വരാൻ പാടുള്ളതല്ല. കള്ള തെരീഖത്തുകൾ പല കള്ളന്മാരും ശേഖന്മാരാണെന്ന് ചമഞ്ഞും കൊണ്ട് നിങ്ങൾ ഈ ഭാഗത്തൊക്കെ പല ഭാഗത്ത് പരിശോധിച്ച് നോക്കിയാലും കാണും. ഇങ്ങനത്തെ കള്ള തെരീഖത്തുകൾ അതിൽ കൂടി നമ്മളെ മക്കൾ ആത്മീയതയിലേക്ക് എത്തിപ്പെടാൻ പാടുള്ളതാണ്, ഒക്കെ തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ ഏതെല്ലാം കള്ളത്തരങ്ങളുണ്ടോ, ഏതെല്ലാം വിദഈ സ്വഭാവങ്ങളുണ്ടോ അതിലേക്കൊക്കെ ശക്തമായി അതിൻ്റെ എതിരിൽ പ്രതിരോധിച്ചുകൊണ്ട് അവരെ പൊള്ളത്തരങ്ങളൊക്കെ തുറന്നു കാട്ടിക്കൊണ്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിലേക്ക് പഠിപ്പിച്ച, സഹാബത്ത് താബീയങ്ങൾക്ക് പഠിപ്പിച്ച അങ്ങനെ വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടെ. അതാണ് നമ്മളെ പരമ്പര വിശുദ്ധാണ്. അതുകൊണ്ടാണ് നമ്മളെ ഉസ്താദന്മാർ പറയണത് നമ്മളെ മുൻഗാമികളാവുന്ന ആളുകൾ അവർ സ്വീകരിച്ചു പോലത്തതായ സംഗതികൾ അത് പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കണം. അതിൻ്റെ എതിരെ നമ്മൾ കണ്ടാലും അത് അവരും കണ്ടതാണ്. അവരെനിക്ക് ന്യായങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മൾ ലക്ഷ്യം കാണാത്ത പലതും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എതിർക്കാൻ പാടുള്ളതല്ല, അത് നമ്മൾ അംഗീകരിക്കണം. നമ്മളതിന് ന്യായങ്ങളോ അതിൻ്റെ ലക്ഷ്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് അത് ശറയിലുള്ളതല്ല എന്ന് നമ്മൾ പറയാൻ പാടുള്ളതല്ല. ആ നിലക്കുള്ള ഒരു സംവിധാനത്തിൽ ഒരു നിലപാടിൽ കൂടി ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇതൊക്കെ ഖുർആനും സുന്നത്തും തന്നെയാണ് ഇതൊക്കെ. അല്ലാതെ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിട്ട് കുറേ ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും ഖുർആനും സുന്നത്തും ഇപ്പോൾ വിലയിരുത്താനുള്ളത് നമ്മളെടുത്തൊക്കെ. നമ്മളെ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്തിൽ നിന്ന് മനസ്സിലാക്കിയ പാരമ്പര്യമാണ്. ഖുർആനും സുന്നത്തിനെയും വ്യാഖ്യാനിക്കേണ്ടവർ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന പാരമ്പര്യമാണ്. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം അതിൽ തള്ളേണ്ടത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ തള്ളി, അത് കൊള്ളേണ്ടത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ കൊള്ളുകയും ചെയ്തു. ഇതാണ് നമ്മളെ മുൻഗാമികളാവുന്ന അയിമ്പത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവരുടെ ആ മാർഗം പിൻപറ്റിക്കൊണ്ടിട്ട് നമുക്ക് എല്ലാ നിലക്കും ഒരു നിലക്കുള്ള പരാതികളില്ലാത്ത നിലക്ക് എല്ലാ നിലക്കും ജനങ്ങൾക്ക് സന്തോഷകരമായി കൺകുളിർന്നതായ ഒരു പണ്ഡിത സമൂഹം, ആ പണ്ഡിത സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കണം. അതിനു വേണ്ടിയാണ് SNEC ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. SNECൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനം അതാണ്.
അപ്പോൾ അതുകൊണ്ടിട്ട് ആ സംവിധാനമാണ് ഇവിടെ, അതിൽപ്പെട്ട ഒരു സംവിധാനമാണ് ഇവിടെ ആരംഭിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമാവുന്ന എല്ലാ നിലക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം. അത് സാമ്പത്തികമായി ചെയ്യാൻ കഴിയണവരങ്ങനെ ചെയ്യാം, ശാരീരികമായി ചെയ്യുന്നവരങ്ങനെ ചെയ്യാം, മാനസികമായി അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാതെ, മനസ്സിൻ്റെ ഉള്ളിലുണ്ടല്ലോ അതിനോട് വെറുപ്പോട് കൂടി നോക്കാത്ത നിലക്ക് സന്തോഷപൂർവ്വം അതിനെ സ്വീകരിച്ചുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് സഹകരിക്കാം. അതിന് ആവശ്യമാവുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലും ആരെടുത്തുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇവിടുത്തെ ഈ കുട്ടികൾക്ക്, ഇവർ ദീൻ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് ആവശ്യമാവുന്ന ഭക്ഷണം മറ്റു സൗകര്യങ്ങളൊക്കെ, അവരെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് ആവശ്യമാവുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഉത്തരവാദിത്തമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിട്ട് ദീൻ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമാവുന്ന സംഗതികളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിനെ സഹായിക്കണം. ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഉസ്താദന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഇവിടെ കൂടിയതായ എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ നിർമ്മിക്കപ്പെട്ടതായ ഈ ബിൽഡിങ്ങിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിന് സഹകരിച്ചതായ എല്ലാവർക്കും, അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു ഖൈറും ബർക്കത്തൊക്കെ ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവർക്കും നമ്മൾക്കൊക്കെയുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ ഈ അഖീദൻ്റെ മേൽ നമ്മൾക്കൊക്കെയുള്ള അഖീദനെ അള്ളാഹു നിലനിർത്തി തരട്ടെ. മഹാന്മാരാവുന്ന നമ്മളെ മശായിഖന്മാർ ഇവിടെ കാണിച്ചു തന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കൊക്കെ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിനെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിനെ സഹായിച്ചവർക്ക് അല്ലാഹു എല്ലാ നിലക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്ന് അവർ നമ്മളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈമാനോടുകൂടി അവർ നമ്മളെയൊക്കെ അല്ലാഹു ഭരിപ്പിച്ചു തരട്ടെ. സുഖത്തിൽ മഹാന്മാരോടുകൂടെ അല്ലാഹു ഒരുമിച്ച് കൂടി തരട്ടെ. എല്ലാ നിലക്കുള്ള ആഫാത്ത്, മുസീബത്തുകൾ, അപകടങ്ങൾ, ഷർറിൽ നിന്ന് അവർ നമ്മളെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂത്തദീങ്ങളെ ഷർറത്തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. കള്ള തരീഖത്തുകൾക്കുള്ള ഷർറത്തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ആസിദീങ്ങൾ, വാലിമീങ്ങൾ, മുഫ്സിദീങ്ങൾ, സർവ്വ ഷർറുകളെ തൊട്ടും അർഹമുർ-റഹീമീനായ അല്ലാഹ് ഈ സ്ഥാപനത്തിനെ കാത്തുരക്ഷിക്കണേ. ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ. അല്ലാഹുമ്മ ബാരിക് ഫീ ഇഫ്തിതാഹി ഹാദൽ മഅ്ഹദി ദീനി. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഹാദൽ ഇഫ്തിതാഹ്. അല്ലാഹുമ്മ ഇഹ്ഫദ് ഹാദൽ മഅ്ഹദി ദീനി വത്വാലിബി ഹാദൽ മഅ്ഹദി ദീനി വമുദരിസി വഖാദിമി ഹാദൽ മഅ്ഹദി ദീനി മിൻ ജമീഇ ശുറൂർ മിൻ ശർറിൽ ഹാസിദീൻ വമിൻ ശർറിസ് സാഹിദീൻ വമിൻ ശർറിൽ ളാലിമീൻ വമിൻ ശർറിൽ മുഫ്സിദീൻ വൽ മുബ്തിലീൻ ومن شر الأعداء ومن جميع الشرور بحق يا حفيظ 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 എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.